നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത് മൂലം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിനു മുകളിലുമായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്നത്. പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നവംബർ 24 തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടുവാനാണ് സാധ്യത. തുടർന്നുള്ള 48 മണിക്കൂറിലൂടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ശക്തി പ്രാപിക്കുവാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കന്യാകുമാരി കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ട് നവംബർ 26 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഇങ്ങനെയാണ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും 25-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 26-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ പേപ്പാറ, അരുവിക്കര ഡാമുകൾ തുറന്നിട്ടുണ്ട്. പേപ്പാറ ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ആകെ 40 സെന്റിമീറ്റർ തുറന്നു. അരുവിക്കര ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം തുറന്നു. മുൻപ് തുറന്ന 100 സെന്റിമീറ്റർ ഉൾപ്പെടെ ആകെ 150 സെന്റിമീറ്ററാണ് ഷട്ടർ ഉയർത്തുന്നത്. ഇരു ഡാമുകളുടെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വരുന്ന 5 ദിവസവും മിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശബരിമലയിൽ കനത്ത മഴയ്ക്കും മിന്നലിനും സാധ്യതയുണ്ട്. കന്യാകുമാരി കടലിലും ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിടെ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനം പാടില്ല. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 55 കിലോമീറ്റർ പിന്നിടും. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുമാണ് അനുഭവപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരത്ത് മതിലിടിഞ്ഞ് വയോധിക മരിച്ചു. ഉച്ചക്കട സ്വദേശിനി സരോജിനിയാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ പ്രദേശത്ത് കനത്ത മഴയാണ് അനുഭവപ്പെട്ടിരുന്നത്. സരോജിനിയുടെ വീടിന് ചേർന്നുള്ള മതിലാണ് ഇടിഞ്ഞു വീണത്. മഴയിൽ കുതിർന്ന ഹോളോ ബ്രിക്സ് കൊണ്ടുള്ള മതിൽ വീണ് ഇവർ തൽക്ഷണം മരിക്കുകയായിരുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനിടെ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ അയർലൻഡിൽ ഈ വാരാന്ത്യത്തിൽ നിരവധി കൗണ്ടികളിൽ കനത്ത മഴയും കാറ്റും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ മഴയും കാറ്റും ശക്തമായി തുടരുന്നുണ്ട്. ഇന്ന് രാത്രി 9 മണിവരെ ഡൊണഗൽ, ലാറ്റ്രീം, മായോസ്, ലീഗോ എന്നിവിടങ്ങളിൽ യെല്ലോ റെയിൻ അലർട്ടാണ് നിലവിലുള്ളത്. കനത്തതോ ഇടിമിന്നലോ ഉള്ള മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യത ഉള്ളതിനാൽ യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മെറ്റ് എറൈൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്ലൈൻ, ഗാൽവോ, ലൈൻട്രീം, മായോസ്, ലൈഗോ എന്നിവിടങ്ങളിൽ കാറ്റ് മുന്നറിയിപ്പുമുണ്ട്. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ആ മുന്നറിയിപ്പ് ബാധകമായിട്ടുള്ളത്. ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ വിക്ലോയിൽ പ്രത്യേക കാറ്റ് മുന്നറിയിപ്പും നിലവിലുണ്ട്.
ശനിയാഴ്ച മുതൽക്ക് തന്നെ മിക്കവാറും വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മൂടൽമഞ്ഞ് പതുക്കെ തെളിയുന്ന കാലാവസ്ഥയിലേക്ക് നീങ്ങുകയും ചിലയിടങ്ങളിൽ മഴ പെയ്യുകയും ചെയ്തു. തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഴയും ചാറ്റൽ മഴയും ഉണ്ടാകുമെന്നതിനാൽ പകൽ മുഴുവൻ മേഘാവൃതമായിരിക്കും. ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശുന്ന ദിവസങ്ങളിൽ 7 മുതൽ 11 ഡിഗ്രി വരെ ഉയർന്ന താപനിലയാണ് ഉണ്ടാവുക. ഇന്ന് ചിലപ്പോഴേക്ക് കനത്ത മഴയും ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെ ശക്തമായ കാറ്റായിരിക്കും ഉണ്ടാവുക. തിങ്കളാഴ്ച മിക്ക സ്ഥലങ്ങളിലും വരണ്ടതും തെളിഞ്ഞ കാലാവസ്ഥയുമായിരിക്കും. കിഴക്കൻ പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന താപനില 6 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും. ഇതിനിടെ വിയറ്റ്നാമിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ മധ്യ വിയറ്റ്നാമിൽ പല ഭാഗത്തും 1500 മില്ലിമീറ്ററിലധികം മഴയാണ് പെയ്തതായി റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. തീരദേശ നഗരങ്ങളായ ഹോയ് ആൻഡ് നാറ്റ് ട്രാങ് എന്നിവിടങ്ങളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. 52,000-ത്തിലധികം വീടുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലുടനീളം 10,000-കണക്കിന് ആളുകളെയാണ് ഒഴിപ്പിച്ചത്. ലാംഗ്ഡോങ് പ്രവിശ്യയിലെ ഡാ നിഹിം നദിയിലെ ഒരു തൂക്കുപാലം കഴിഞ്ഞ ദിവസം ഒലിച്ചുപോയി. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ പ്രധാന റോഡുകളും ഹൈവേകളും തകർന്നതിനെ തുടർന്ന് ലാംഗ്ഡോങ് പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെ വിയറ്റ്നാമിൽ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ $2 ബില്യൺ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വീശിയത് ശക്തമായ 2 കൊടുങ്കാറ്റുകളാണ്. 2 ആഴ്ചകൾക്കുള്ളിലാണ് ശക്തമായ 2 കൊടുങ്കാറ്റുകൾ വിയറ്റ്നാമിൽ ആഞ്ഞു വീശിയത്. ബുലവോയ് കൊടുങ്കാറ്റും പിന്നാലെ എത്തിയ കൽമേഗി കൊടുങ്കാറ്റും സാരമായി തന്നെ ഉള്ള നാശം വിയറ്റ്നാമിൽ വിതച്ചിരുന്നു. കാപ്പി കൃഷി അടക്കം നശിച്ചു. തീരദേശ നഗരങ്ങളായ ഹോയ് ആൻഡ് നാറ്റ് ട്രാങ് എന്നിവിടങ്ങളിലാണ് സാരമായ നഷ്ടം നേരിട്ടിട്ടുള്ളത്. മസയോരയിലെ കാപ്പി കൃഷിയെ താറുമാറാക്കിയത് കൊടും മഴ പുരോഗമിക്കുന്നത്. നേരത്തെ ഉണ്ടായ കൊടുങ്കാറ്റുകൾ മറ്റ് കാർഷിക മേഖലയെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. ഇതിനു പുറമെയാണ് കാപ്പി കൃഷി കൂടി നശിക്കുന്നത്. വിയറ്റ്നാമിലെ കാപ്പി കൃഷിക്ക് മുന്നിലുള്ള ഡാങ്ലാക് മേഖലയിലെ 10,000-കണക്കിന് വീടുകളാണ് പ്രളയക്കെടുതിയിൽ മുങ്ങിയ നിലയിലുള്ളത്. ഇന്നും ഇത്തരത്തിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം വിശദമാക്കുന്നത്. സൈന്യം, പോലീസ് അടക്കം വിവിധ പ്രതിരോധ സേനകളാണ് രക്ഷാപ്രവർത്തനത്തിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലും സജീവമായിട്ടുള്ളത്. മണ്ണിടിച്ചിലുകൾ റോഡുകളെയും ദേശീയപാതകളെയും മൂടിയതിനു പിന്നാലെ മഴ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിയറ്റ്നാം.